വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് അല്പം മധുരമായാലോ? ഇന്ന് നമുക്കിവിടെ ഒരു ഗോതമ്പ് പായസം ഉണ്ടാക്കാം. ഞാനിവിടെ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് നുറുക്ക് ഗോതമ്പാണ്. 250 ഗ്രാം ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു 3 പ്രാവശ്യം നല്ലോണം കഴുകിയെടുക്കണം. കഴുകിയെടുത്ത് 1 മണിക്കൂർ വരെ വെള്ളത്തിൽ നമുക്ക് കുതിർത്ത് വെക്കണം. ഈ 250 ഗ്രാം ഗോതമ്പിലേക്ക് ഞാൻ 400 ഗ്രാം വെല്ലമാണ് അഥവാ ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. ഇടയ്ക്ക് പാത്രം ഒന്ന് ചുറ്റിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഒന്ന് ഇളക്കിക്കൊണ്ട് ഒന്ന് ചുറ്റിച്ചാൽ മതി. ഇനി നമുക്ക് ഗോതമ്പ് വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് ആവശ്യത്തിന് ഗോതമ്പും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് ആദ്യം ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ശേഷം ലോ ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഈ നുറുക്ക് ഗോതമ്പ് പായസത്തിന് 1 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. 1, 2, 3 പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായ ശേഷം നെയ്യ് ഒഴിക്കാം. നെയ്യൊന്ന് നല്ലോണം ചൂടായ ശേഷം നമുക്ക് വേവിച്ച് വെച്ച ഗോതമ്പും ചേർത്ത് കൊടുക്കാം. നെയ്യിൽ കിടന്ന് ഗോതമ്പ് നന്നായിട്ടൊന്ന് യോജിക്കണം. എന്നാലേ ആ ഗോതമ്പിൽ നെയ്യുടെ ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പായസത്തിന് നല്ലൊരു മണവും എല്ലാം ഉണ്ടാവും. ഞാനിവിടെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, കൈവിടാതെ. ഇപ്പോൾ ഇവിടെ ഗോതമ്പ് നന്നായിട്ട് നെയ്യൊക്കെ പിടിച്ച് യോജിച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ അരിച്ചു വെച്ച ശർക്കര പാനി ഇതിലേക്ക് ചേർക്കാം. ഈ ശർക്കര പാനിയിലും ചേർത്തൊരു 5 മിനിറ്റ് ഒന്ന് വേവണം. ഇപ്പോൾ ശർക്കര പാനിയിൽ കിടന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 3-ാം പാൽ ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് 3-ാം പാലിൽ കിടന്ന് വേവണം. ഇനി നമുക്കതിലേക്ക് 2-ാമത്തെ പാലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷവും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ശർക്കര മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടുക്കി പിടിക്കാത്ത വിധത്തിൽ നമുക്കൊന്ന് ഇടക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി അടുത്തത് ഞാനിവിടെ ഒഴിക്കുന്നത് 1-ാമത്തെ പാലാണ്. 1-ാമത്തെ പാൽ ഒഴിച്ചാൽ നമ്മുടെ പായസം തിളക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം, തിളക്കരുത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. 4 ഏലക്ക, ഒരു ചെറിയ കഷ്ണം ചുക്ക്, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. പഞ്ചസാര ചേർക്കുന്നത് നന്നായിട്ട് പൊടിയുന്ന മസാല
ഈ ഏലക്കയൊക്കെ നന്നായിട്ട് പൊടിയുന്നതിന് വേണ്ടിയാണ്. ഇതേ നോക്കി, ഇപ്പം എല്ലാം നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഈ പൊടിച്ച ഈ കൂട്ട് അല്പാൽപമായി നമ്മുടെ പായസത്തിലേക്ക് ചേർക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കശുവണ്ടി, മുന്തിരി വറുത്തിടാം. ആദ്യം ഒരു ചട്ടി ചൂടാക്കി നെയ്യ് ഒഴിച്ച ശേഷം ഒരു കൈപ്പിടി കശുവണ്ടി ചേർക്കാം. ഏകദേശം ഒരു ബ്രൗൺ നിറമാവുമ്പോൾ നമുക്കൊരു കൈപ്പിടി ഉണക്കമുന്തിരിയും ചേർക്കാം. ഉണക്കമുന്തിരി ഒരു നന്നായിട്ട് ബോൾ പോലെ ആകുന്നത് വരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഉണക്കമുന്തിരിയൊക്കെ നന്നായിട്ട് ബോൾ പോലെ വന്നിട്ടുണ്ട്. നമുക്ക് ഇത് നമ്മുടെ പായസത്തിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ തിളച്ചു പോകുമല്ലോ, അതുകൊണ്ടാണ്. ഇനി നമ്മുടെ ഈ പായസം നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ പായസം ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.